തമിഴ് പുലിത്തലവൻ വേലുപ്പിള്ളി പ്രഭാകരൻ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഉൾക്കിടിലമുണ്ടാക്കുന്ന പേരാണ്. വേലുപ്പിള്ളി പ്രഭാകരൻ്റെ ശബ്ദം എങ്ങനെയുണ്ട്? ശബ്ദം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ. വളരെ സൗമ്യവും നല്ല നമുക്കൊരു പേടി തോന്നുന്ന പോലത്തെ ശബ്ദമൊന്നുമില്ല. ഇപ്പം നേരത്തെ സുനിൽജി പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും ഈ തമിഴ് സിനിമകളിലൊക്കെ ഭയങ്കര അലർച്ചയും അട്ടഹാസവും അങ്ങനെ ശബ്ദം. എന്നെ തങ്കച്ചി എന്ന് പറഞ്ഞാണ് സംസാരിച്ചത്. അനിയത്തി എന്നുള്ള ഇതിലാണ്. പ്രേക്ഷകരെ ഇപ്പം നിങ്ങൾ ഓർത്ത് കാണും, ഇതാരെയാണ് ഒരു മഹതിയെ വിളിച്ച് മുന്നിലിരുത്തിയിട്ട് പ്രഭാകരൻ്റെ ശബ്ദം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാരപ്പ എന്ന് ചോദിക്കും. ഇതൊരു പുലിയാണ്, പെൺപുലി. അതായത് കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തക. അതെ, തമിഴ് പുലി പ്രഭാകരനെ കാണാൻ അക്കാലത്ത് കച്ച കെട്ടി ഇറങ്ങി ജാഫ്നയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ധീരവനിത. കാരണം ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇൻ്റർനെറ്റും ഒക്കെ നോക്കി അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെയൊക്കെ ആംചെയർ ജേർണലിസമാണ്. അക്കാലത്താണ് പത്മജ എസ് മേനോൻ എന്ന് പറയുന്ന അതിസുന്ദരിയായ പെൺകുട്ടി, ഇപ്പോഴും സുന്ദരിയാണ്, അതിസുന്ദരിയായ പെൺകുട്ടി. അതിലൊരു കറക്ഷൻ ഉണ്ട്. അതിൻ്റെ അടുത്ത് കുറേ ചിത്രങ്ങൾ ഇപ്പോഴും ഉണ്ട്. അന്ന് പോയതിൻ്റെ ചിത്രങ്ങളുണ്ട്. എന്നെ കണ്ടാൽ ഒരു തമിഴ് പുലിയാണെന്ന് തോന്നും. രണ്ട് സൈഡിലും തലമുടിയൊക്കെ പിന്നിയിട്ട് ഒരു ഖാദറിൻ്റെ ഡാർക്ക് ബ്രൗൺ കളറിലെ പൈജാമയും ഇതും ചുട്ടി വെച്ചിട്ടുള്ള ജുബ്ബ കിട്ടാൻ കണ്ടാൽ സൈക്കിൾ ചവിട്ടി ആണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വരാം. അങ്ങനെ തമിഴ് പുലി പ്രഭാകരനെ കാണാൻ വേണ്ടി ഇവിടുന്ന് കച്ച കെട്ടിപ്പോയ മാധ്യമ പ്രവർത്തകയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന പത്മജ എസ് മേനോൻ. പത്മജ എസ് മേനോനെ കുറിച്ച് പറയുമ്പോൾ എറണാകുളത്തുകാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, കേരളത്തിലെ ട്രേഡ് യൂണിയൻ രംഗത്തെ കുലപതിയായ എസ് മേനോൻ സാറിൻ്റെ മകൾ, എറണാകുളത്തെ ഏറ്റവും പ്രശസ്തയായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വിജയലക്ഷ്മിയുടെ മകൾ. അങ്ങനെ എറണാകുളത്തൊരു വലിയ സൽപാരമ്പര്യമുള്ള ഒരു മഹിളാരത്നമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. മാത്രമല്ല, എറണാകുളം നഗരത്തിൽ എറണാകുളത്തെ കോർപ്പറേഷൻ ഓഫീസ്, ദർബാർ ഹാള്, എറണാകുളം ശിവക്ഷേത്രം, ബോട്ട് ജെട്ടി, ഇതിൻ്റെയൊക്കെ മുതലാളി എന്ന് പറയാം. കാരണം റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ഇതിൻ്റെയൊക്കെ മഹാരാജാസ് കോളേജ്, ലോ കോളേജ്, രണ്ട് ശക്തി കേന്ദ്രങ്ങളുടെ നടുക്ക്. ഇതിൻ്റെയൊക്കെ ഉടമ എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. അവിടുത്തെ കൗൺസിലർ BJP സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ച് എല്ലാവരുടെയും കണക്കൂട്ടലുകൾ തെറ്റിച്ച്, അല്ലേ, BJP സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നത് ആദ്യമാണ്. അല്ല, ഏറ്റവും രസം എന്താണെന്നറിയാമോ, ശ്രീ ഹൈബീഡൻ നമ്മളുടെ MP അവിടെ തമ്പടിച്ച് തോൽപ്പിക്കാനായിട്ട് ഈവൻ ബൂത്തിൽ വന്നിരിക്കുമായിരുന്നു അദ്ദേഹം. ബൂത്തിൽ വന്നിരുന്ന് വരെ കാര്യങ്ങൾ നോക്കിയിരുന്ന സമയത്താണ് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ഞാൻ പോയില്ല കേട്ടോ, എന്നോട് പറഞ്ഞു ചേച്ചി കൗണ്ടിങ് സ്ഥലത്തേക്ക് വരണം എന്നില്ല. അപ്പം ഞാൻ അമ്പലത്തിൽ പോയി, നമ്മുടെ സാക്ഷാൽ എറണാകുളത്തെ ദേശനാഥനെ കണ്ട് തിരിച്ചു വന്നു. TV പോലും ഓൺ ചെയ്തില്ല, റിസൾട്ട് കേൾക്കാനുള്ള ഒരു ടെൻഷൻ കൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റും ഭർത്താവും അവരുടെ അച്ഛനും അവിടെ നിൽക്കുന്നുണ്ട്, മാലയൊക്കെ ആയിട്ട്. കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ജയിക്കുന്ന ഉറപ്പാണ്. അപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത്, ചേച്ചി വന്ന് വരണാധികാരിയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിക്കൂ. എന്ത് എന്ന് ഞാൻ ചോദിച്ചു. അല്ല, ജയിച്ചു എന്നുള്ള കടലാസ് കളിയാക്കുവാണോ സത്യമാണോ? പിന്നെ തുരുതുരാ ഫോണായി. ആ കുട്ടി അവിടെ പൊട്ടിക്കരഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. അത്രമാത്രം അവർക്ക് വിശ്വാസം സീറ്റാണ്. അത്രയും നാള് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്ന് സാറിന്റെയും വിജയലക്ഷ്മി ഡോക്ടറുടെയും മകളെ അങ്ങനെ എറണാകുളംകാർക്ക് മറക്കാൻ പറ്റും. അല്ല, ഞാൻ നമ്മുടെ എറണാകുളത്ത് മാത്രമല്ല, കളമശ്ശേരിയിലാണെങ്കിൽ, പറവൂരാണെങ്കിൽ, എറണാകുളം നഗരത്തിലാണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും ഈ പേര്, പിന്നെ സ്വന്തം നിലയിൽ ആർജിച്ചെടുത്ത ഒരു നല്ല മേൽവിലാസം, ഇത് മൂന്നും ചേരുമ്പോൾ വിജയം എവിടെയും ഉറപ്പാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇലക്ഷൻ ക്യാമ്പയിന് പോകുമ്പോൾ ഒരു വീട്ടിൽ ഷോക്കേസിൻ്റെ ഉള്ളിൽ ഒരു ഫോട്ടോ, ഒരു കൊച്ചു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന എൻ്റെ അമ്മയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോ. എനിക്കറിയാലോ എൻ്റെ അമ്മയാണെന്ന്. ഞാൻ ചോദിച്ചത് ആരാണ്? ഇത് ഡോക്ടർ വിജയലക്ഷ്മിയാണ്, കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഞാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് 40-42 വയസ്സുണ്ട്. ഞാനും അമ്മയും മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും വന്നു. എൻ്റെ 28-ന് ഡോക്ടറെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ എഴുതി വച്ചിരിക്കുന്ന പടമാണ് ഷോക്കേസിൽ അമ്മയും ആ കുഞ്ഞും കൂടെ. ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറുടെ മകളാണ്. എന്താ? അപ്പം അതെ, ഞങ്ങളിവിടെ 13 വോട്ടുണ്ട്, വേറെ ആർക്കുള്ള പരമ്പരാഗതമായിട്ട്. ഇത്തവണ വോട്ട് താങ്കൾ പ്രതിനിധീകരിക്കുന്ന കക്ഷിക്കല്ല, ഡോക്ടർ വിജയലക്ഷ്മി മേനോനുള്ള വോട്ടാണ്.
അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ഞാനൊരു കാൻഡിഡേറ്റായിട്ട് ഉള്ളിലൊരു സ്ഥലം, ഞാൻ അസംബ്ലി കാൻഡിഡേറ്റ് ആയിരുന്നു. അവിടെ എറണാകുളം നിയോജക മണ്ഡലത്തിൽ അസംബ്ലി കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഡോക്ടർ വിജയലക്ഷ്മിയുടെ മകളാണ്, അയ്യോ എൻ്റെ 3 പ്രസവവും എടുത്തത് മാഡം, നല്ല ചായയുണ്ട്, അതുകൊണ്ട് വന്നിരിക്കുന്നതാണ്. അതുപോലെ ചിലർ പറയും അച്ഛൻ്റെ ചായയാണ്. എനിക്ക് അച്ഛൻകുട്ടിയാണെന്ന് അറിയപ്പെടാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അച്ഛൻകുട്ടി എന്ന് അറിയപ്പെടാൻ എന്താണെന്ന് അറിയില്ല. നമ്മളുടെ LTTയുടെ കാര്യത്തിലേക്ക് മുമ്പ് എന്നോട് ചില ആളുകൾ പറയുന്നുണ്ട്, ഈ പറവൂർ മണ്ഡലത്തിൽ പത്മജ എസ് മേനോൻ സ്ഥാനാർത്ഥിയായാൽ മത്സരം കടുക്കുമെന്ന് പറഞ്ഞു. അതെന്നോട് നമ്മളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എറണാകുളത്ത് അസംബ്ലി സീറ്റ് തന്നപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരുന്നു കൗണ്ടിങ് നടന്നത്. VD സതീശൻ ജൂനിയറായിട്ട് പഠിച്ചതാണ് തേവര കോളേജിൽ. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, പത്മജ നീ ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരു 15,000, ഞങ്ങളുടെ തറവാട് പറവൂരാണ്, അച്ഛൻ അവിടെ MLA കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുകയും ചെയ്തതാണ്. എന്താണ് അച്ഛൻ്റെ ശരിക്കും തറവാടെന്ന് പറയുകയാണെങ്കിൽ കളമശ്ശേരിയിലാണ്, അച്ഛൻ്റെ കരുമാലൂരാണ്. പക്ഷെ അച്ഛൻ്റെ ഹെഡ് സർക്കാർ വക്കീൽ എന്നാണ് പറയുകയാണ്, അതായത് ഇപ്പോഴത്തെ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനത്തെ ഇതാണ്. അപ്പം അതുകൊണ്ട് പറവൂര് താമസിച്ചു എന്നുള്ളതേ ഉള്ളൂ. അമ്മയുടെ തറവാട് എന്തായാലും പറവൂര് തന്നെയാണ്. നീ ഇവിടെ വരുന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു, 15,000 വോട്ട് NSS നിനക്ക് വന്നേനെ, ഞാൻ ജയിക്കും. നീ ജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, ഞാൻ തന്നെ ജയിക്കുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചില മോഹങ്ങളുണ്ട്. വോട്ട് കഴിഞ്ഞാണ് കിട്ടിയതിനെക്കാട്ടിലും കുറഞ്ഞു വരികയാണെങ്കിൽ ക്ഷീണമാകും, എൻ്റെ മോഹങ്ങൾ നടന്നില്ല എന്ന് വരും. അതുകൊണ്ട് എറണാകുളത്ത് തന്നെയാണ് നിനക്ക്, നീയും ഫേമസ് ആയല്ലോ, ഇവിടെ എല്ലാ സ്ഥലത്തും നീ താമസിക്കുന്ന സ്ഥലത്തും നിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നു ഫേമസ് ആയി. എനിക്കും അവിടെ ഞാൻ സേഫായി. റിസൾട്ട് വന്നിട്ടില്ല, അതിനു മുമ്പാണ്. അതുപോലെ തന്നെ PT തോമസ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം. എന്താണ് തൃക്കാക്കര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരം വന്നപ്പോൾ അദ്ദേഹം അന്ന് മത്സരിച്ച് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പത്മജ നീ ആയിരിക്കും. ഞാൻ താമസിക്കുന്ന തൃക്കാക്കര മണ്ഡലം പനമ്പള്ളി നഗറിലാണ്. അപ്പോൾ ഒരു 5,000 വോട്ട് നിനക്ക് നിൻ്റെ റൊട്ടേറിയന്മാരുടെ വകയും അല്ലെങ്കിൽ അച്ഛൻ്റെ വകയും അമ്മയുടെ വകയൊക്കെ പിടിക്കും. വളരെ ടൈറ്റ് ഫൈറ്റാണ്. അതൊരു ചിലപ്പോൾ ഞാൻ ജയിക്കില്ല, പക്ഷെ PT തോക്കാൻ ചിലപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായിന്ന് വരാം. ഇതൊക്കെ നമ്മുടെ ഈ ഗ്യാപ്പിലാണ് പറയുന്നത്. നമ്മൾ ഈ രാഷ്ട്രീയം ഒക്കെ നോക്കി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരാണ്. നമ്മൾ ഒരു 3-4 മണ്ഡലങ്ങളിൽ BJPക്ക് അനായാസം പ്ലേസ് ചെയ്യാവുന്ന സ്ഥാനാർത്ഥിയാണ് മാഡം. അല്ല, ഒരു പൊങ്ങച്ചായിട്ട് കണക്കാക്കില്ല, ഞാൻ പറയാണ്. കളമശ്ശേരിയിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് ചാർജ് എനിക്കായിരുന്നു, കളമശ്ശേരി മണ്ഡലത്തിൻ്റെ ചാർജ് എനിക്കായിരുന്നു. അപ്പോൾ അവിടുന്ന് ആദ്യമായിട്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടാക്കി. 3-4 സെൻട്രൽ ജില്ലകളിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടാവുന്നത്. മാത്രമല്ല നമ്മുടെ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഏറ്റവും മികച്ച വോട്ടായിരുന്നു. 14,000 വോട്ടിനടുത്ത്. എല്ലാം കൂടെ ഒരു 10-35,000 വോട്ട് നമുക്കന്ന് അവിടെ കിട്ടി. ഞാൻ രാവിലെ 6:30 മണിക്കെത്തും. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഗൃഹസമ്പർക്കം എന്ന് പറയുന്നത്. അവിടെ ചെല്ലും, 6:30 മണിക്ക് അവിടെ ചെല്ലും. ഇവരൊന്നും ചേച്ചി കുറച്ച് വൈകിട്ട്, ഞാൻ എറണാകുളത്ത് നിന്നാണ് ചെല്ലുന്നത്, വൈകി എണീറ്റാപ്പോൾ വരെ രാത്രി 10:30 ആകുമ്പോൾ അവർ പറയും ചേച്ചി വീട്ടിൽ പോ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റായി. രാവിലെ 5:30 ആകുമ്പോൾ ചേച്ചി പുറപ്പെട്ടോ, ഡ്രൈവർ അവർ റെഡിയാണെന്ന്. പിന്നെ രാത്രി 10:30, എന്തിന് 10:30 ആയിട്ടുള്ളൂ. പിന്നെ അവസാനം ഞാൻ അവിടുത്തെ ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസാക്കി, ആ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ താമസമാക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടം ഗൃഹസമ്പർക്കം. ഇവിടെ ഒരു കാര്യം പറയാണ്ട് പോകാൻ പറ്റില്ല. ഞാൻ ഗൃഹസമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഉമ്മമാർ, പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയുണ്ട്, നമ്മൾ ചേച്ചിമാരെ അതെടുക്കാമല്ലോ. അയ്യോ ഞങ്ങളത് എടുത്തതാണ്. അപ്പോൾ വീട്ടിലെ ഹസ്ബൻഡ് വന്നപ്പോൾ പറഞ്ഞു നീ അതെടുത്തോ. അപ്പോൾ ഞങ്ങൾ എഴുതി കൊടുത്തു. ഈ നാളെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അത് മാറ്റിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ശരിപ്പെടുത്തും, നിന്നെ വീട്ടിൽ മൊഴി ചൊല്ലും, അങ്ങനെ ഇങ്ങനെയൊക്കെ ബഹളം. നമ്മൾ എന്താ കാര്യം? അല്ല, നമ്മുടെ പുരയിടമൊക്കെ നിലമായി മാറും, പിന്നെ നമുക്ക് വിൽക്കാൻ പറ്റില്ല എന്ന് നമ്മളുടെ CPM-കാർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായി, ഞങ്ങൾക്ക് ആകപ്പാടുള്ള ഇതല്ലേ. നമ്മൾ അങ്ങനെയില്ല, ഇത് നമുക്ക് സ്വന്തമായിട്ട് വിഷരഹിത പച്ചക്കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തന്നിരിക്കുന്നതാണ്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ലോറികളൊന്നും വരാതായപ്പോൾ എത്ര പൈസ വെച്ചിട്ട് ആൾക്കാർ ഇരുന്നിരുന്നേ, പക്ഷേ സാധനങ്ങൾ വരുന്നില്ല. അത്രയേ ഉള്ളൂ. ഇല്ല മാഡം, നമുക്ക് ഭയങ്കര ടെൻഷനാണ്, ഇത് ഞങ്ങളുടെ നിലവായി പോകും. ഞാൻ പറഞ്ഞു ശരി, നമുക്കിങ്ങനെ ഗൂഗിൾ ചെയ്ത് ആരൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. ആദ്യം വന്ന ആളുടെ അവിടുത്തെ CPM-ന്റെ വാർഡ് മെമ്പർ ഞാൻ കാണിച്ചത് ആരാ? അയ്യോ ഇവരാണ് ഞങ്ങളുടെ അടുത്ത് എടുക്കരുതെന്ന് പറഞ്ഞ്. അപ്പം ഇത് കിടക്കുന്ന ഗുണഭോക്താവ് ആരാണ്?
ഇങ്ങനെയാണ് ഓരോ പദ്ധതികളും ഇവർ മാസ്ക് ചെയ്ത് കളയുന്നത്. ഇവർക്ക് മാത്രം. ഈവൻ നമ്മളുടെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വന്നു, അതായത് ഇവർ കൊടുക്കില്ല എന്ന് പറഞ്ഞു. കേരളവും ബംഗാളുമാണ് ഒന്നും കൊടുക്കാത്തത്. കേരളം പറഞ്ഞു ഇവിടെ അത് ദരിദ്രരില്ലല്ലോ, അപ്പം അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കൂല. ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ ഒരു കൊല്ലം സൗജന്യ ചികിത്സ കിട്ടുന്ന പദ്ധതിയാണ്. എല്ലാവരും പറയാം, പത്മജ മാഡം നമുക്ക് കിട്ടിയില്ല, ചേച്ചി ഞങ്ങൾക്ക് കിട്ടിയില്ല, അങ്ങനെ കാർഡ് അയക്കുന്നു. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? എല്ലാ റേഷൻ കാർഡ് ഹോൾഡേഴ്സിൻ്റെയും പേര്, അവരുടെ അഡ്രസ്സ് അവരുടെ കയ്യിലുണ്ട്. അവരവിടെ നിന്ന് നേരിട്ട് അയച്ചു ഓരോരുത്തർക്കും. പക്ഷെ കിട്ടുന്നില്ല. ഞാൻ ചെന്നു, നേരത്തെ പറഞ്ഞ ജേർണലിസ്റ്റ് ആണല്ലോ, നമ്മുടെ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് ചെന്നപ്പോൾ ഒരു മുറി നിറയെ കൂട്ടിയിട്ടിരിക്കുക. എന്താ ഇത്? അത് ഇവരുടെ ഒന്നും അഡ്രസ്സ് അറിയില്ല. ഒരു മിനിറ്റ്, ഞാൻ മീഡിയ ഒന്ന് വിളിച്ചോട്ടെ. അപ്പോൾ ഇതിങ്ങനെ മീഡിയയിലൊക്കെ ഫ്ലാഷ് ആകുമ്പോൾ അവരവർ ഓടി വന്നോളുമല്ലോ, എൻ്റെ കാർഡുണ്ടെന്ന്. വല്ലാണ്ടായി അവിടുത്തെ ഹെഡ് പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു, ഒരാഴ്ച സമയം തോ, ഞങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. കറക്റ്റ് ഒരാഴ്ച ഞാൻ അവിടെ ചെന്നു. അപ്പം എന്താടാ 10-60 എണ്ണം ബാക്കിയുണ്ട്. അത് ജെന്യുവിനായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് മാസ്റ്ററും പോസ്റ്റ്മാനും ഒക്കെ നല്ല എല്ലാവരും ഈ CITUവിൽ എന്താണെങ്കിലും ഒരു ജോലി കിട്ടുമ്പോൾ ഇവരുടെ സംഘടനയിൽ ചേർന്നിരിക്കണം. അല്ലെങ്കിൽ അവരുടെ ജീവിതം ദുസ്സഹമാക്കും, ദുരിതമാക്കും. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, മീഡിയ വന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വരില്ലോ. സുനിൽജിക്ക് അറിയാമോ, 60% കേന്ദ്ര സർക്കാർ കൊടുക്കും, 40% കേരള സർക്കാർ വെക്കണം. നമ്മളൊക്കെ അമൃത് കഴിച്ചിരിക്കുകയുള്ളൂ, അപ്പം നമുക്ക് വരാത്താനും വേണ്ടാന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർ തുടങ്ങിയപ്പോൾ ഇവർ കയറ്റിയില്ല, ഇവർ 40% കയറ്റിയില്ല. കേന്ദ്ര സർക്കാർ കറക്റ്റായിട്ട് കൊടുത്തു. ഇപ്പോൾ 1 ലക്ഷം രൂപ ചികിത്സാ സഹായം വന്നാൽ 60,000 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ, 40,000 രൂപ കേരള സർക്കാരിൻ്റെ. 1 ലക്ഷവും ഇതിൽ നിന്ന് തന്നെ എടുത്തു കൊടുത്തു. അപ്പോൾ വേറൊരാൾക്ക് കിട്ടാനുള്ള 40,000 രൂപ പോയി. 60,000 രൂപ പോയി. അല്ല 60 കേന്ദ്ര. അപ്പൊ ഇതും കൂടെ ചേർത്ത കേന്ദ്രത്തിൽ നിന്ന് വന്ന പൈസ മാത്രം ഉപയോഗിച്ചു. അപ്പൊ അതുകൊണ്ട് അത് വേഗം തീർന്നു പോയി. ഇപ്പൊ സൺറൈസ് ഒക്കെ വളരെ നന്നായി ചെയ്തു. പല സ്ഥാപനങ്ങളും, ഹോസ്പിറ്റലും, ഓപ്പൺ ഹാർട്ട് സർജറി, ബ്രെയിൻ സർജറി ഒക്കെ വളരെ നന്നായി ചെയ്തിരുന്നതാ. അവിടെ എങ്ങും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇവിടെ 40% വന്നിട്ടില്ല. അപ്പോഴാണ് പറയുന്നത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നമുക്ക് ശ്രീലങ്കയ്ക്ക് പോവാം. അപ്പൊ ശ്രീലങ്കയിലേക്ക് പോയാൽ നമുക്ക് ആ സമയത്ത് MD നാലാപ്പാട് ആയിരുന്നു ഞങ്ങളുടെ എഡിറ്റർ. അപ്പം ഞാൻ അദ്ദേഹം ഒരു ഫ്രീ ഹാൻഡ്, അന്ന് താങ്കൾ പറഞ്ഞത് സത്യമാണ്. അന്ന് സബ് എഡിറ്റേഴ്സായിട്ട് മാത്രമേ നമുക്ക് സ്ത്രീകൾ എടുക്കുന്നുള്ളൂ. ഇവിടുത്തെ ഒരു വലിയ സ്ഥാപനത്തിൽ റിസപ്ഷനിസ്റ്റായിട്ട് പോലും സ്ത്രീകളെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, മാധ്യമ സ്ഥാപനത്തിൽ. പിന്നെ ചാനലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ചോദിക്കും, അങ്ങനെ ചെയ്തോട്ടെ, ഇങ്ങനെ ചെയ്തോട്ടെ. മാതൃഭൂമിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ജീവിതത്തിൽ മറക്കില്ല. എ ജേർണലിസ്റ്റ് ഷുഡ് ബി എ ജനറലിസ്റ്റ്. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, അതിൽ കഴിയുന്നത്ര റിസർച്ച് ചെയ്യുകയും വേണം. നല്ല പ്രായം 22-23 വയസ്സേ ഉള്ളൂ കേട്ടോ. ഈ സമയത്ത് താങ്കൾ പറഞ്ഞ എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയുടെ അമ്മയും ഞാൻ ഓർക്കണം. എന്നെ കാലുറപ്പിച്ചപ്പോൾ സൈക്ലിംഗ് പഠിപ്പിച്ചു അമ്മൂമ്മ. സൈക്കിളിലാണ് പിന്നെ സഞ്ചാരം. ഇവിടെ എറണാകുളത്തൊന്നും ആരും കണ്ടിട്ട് തന്നെയില്ല സൈക്കിൾ കേട്ടോ. എന്നിട്ട് ഞാനപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജോലി ചെയ്യാണ്. അമ്മൂമ്മ പറഞ്ഞു, നിൻ്റെ കാശ് കൊണ്ട് ഇവിടെ അരി മേടിക്കേണ്ട ആവശ്യം. ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? 450 രൂപയിൽ ലൈനറായിട്ടാണ് എനിക്ക് മാതൃഭൂമിയിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് വരുന്നത്. ഞാൻ സെൻട്രൽ ഗവൺമെൻറ് ഗസറ്റഡ് ഓഫീസർ റാങ്കിലേക്ക് പോകാവുന്ന ജോലിയിൽ ഇരിക്കുന്ന സമയം. അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ട്, പത്മജ വലിയ ഇതിലേക്ക് പോകാൻ പറ്റും, റിട്ടയർ ചെയ്യുമ്പോൾ 1.5 ലക്ഷം രൂപ പെൻഷൻ കിട്ടും എന്നൊക്കെ പറയുന്നത്. എന്ത് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് വിചാരം? നിൻ്റെ കാശ് കൊണ്ട് ഇവിടെ കഞ്ഞി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്താ, ഒരു IAS ഓഫീസറെ കൊണ്ടോ ഒരു ഡോക്ടറെ കൊണ്ടോ നിന്നെ കല്യാണം കഴിപ്പിക്കും. അത്രയല്ലേ ഉള്ളൂ. ആ ഒരു സ്ട്രെങ്ത് അമ്മുമ്മ തന്നെ, അതുപോലെ അച്ഛൻ്റെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയി രാമേശ്വരത്ത് നിന്നു. നമുക്ക് ഇതിനു മുമ്പ് ഞാൻ ശ്രീലങ്ക ശരിക്കും തന്നെ പോയിട്ടുണ്ട്. ആ സമയത്താണ് ഇന്ത്യക്കാരെ മുഴുവൻ ഞാൻ തിരിച്ച് അവരുടെ തമിഴ്നാട്ടിലേക്ക് രാമേശ്വരത്തേക്ക് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഭയങ്കരമായിട്ട് LTTയും സൈന്യവും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന സമയത്ത് ഞാനും ആ ഒരു ഷിപ്പിൽ, വലിയ ഷിപ്പിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സുനിൽജി, ഇവിടെ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. കരയിൽ നിൽക്കുന്ന ആൾക്കാരും ഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരും കൂടി ഇങ്ങനെ കൈ
പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അവർ ചിലപ്പോൾ കണ്ടു എന്നറിയില്ല, അമ്മ അയക്കാണ്, ഭാര്യ അയക്കാണ്, കുട്ടി അയക്കാണ്. പക്ഷെ അവരുടെ സ്വത്തും സമ്പാദ്യങ്ങളൊക്കെ ശ്രീലങ്കയിലാണ്. അത് വിട്ടുപോരാനും പറ്റില്ല. പണ്ണ, തമ്പി, തങ്കച്ചി എന്നൊക്കെ പറഞ്ഞ് കരയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആ ഷിപ്പ് ചിലപ്പോൾ ഈ ശക്തിയിൽ ഷിപ്പിന് മൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ ചില സിനിമയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്ന കൈ ഇങ്ങനെ വിട്ട് പോകുമ്പോഴും അണ്ണാ, തങ്കച്ചി എന്ന് മക്കളൊക്കെ കൊച്ചുകൂട്ടിലൊക്കെ കരയാണ്, അപ്പാ അമ്മ എന്നൊക്കെ പറഞ്ഞ് കരയാണ്. ആ രംഗം എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞു, 40-40 കൊല്ലമായിട്ടും എൻ്റെ കണ്ണിൽ നിന്നും മായാത്ത ഒരു രംഗമാണ്. അവരൊക്കെ വന്നിരിക്കുന്നത് രാമേശ്വരത്തേക്കാണ് വന്നത്. തലൈമല നമ്മൾ രാമേശ്വരം നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള ശ്രീലങ്ക കാണാൻ പറ്റും. ഈ ശ്രീലങ്കൻ തമിഴെന്ന് പറയുകയാണെങ്കിൽ ഈ രാമേശ്വരത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ക്ഷേമ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതരായവർ ശ്രീലങ്കൻ തമിഴന്മാരാണ്. അവിടെ നിന്ന് വരുന്ന ഒരു പണത്തിൻ്റെ സോഴ്സിൻ്റെ എല്ലാ ഗുണഭോക്താക്കളും ഇവരാണ്. ഇപ്പോൾ LTTക്ക് അവിടെ ക്യാമ്പുണ്ട്. അവിടെ നിന്ന് നമുക്ക് നേരെ ആക്സസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ശ്രീലങ്കയിലേക്ക് പോയത്, ഈ രാമേശ്വരത്തേക്ക് പോയത്. ചെന്നപ്പോൾ അമ്മൂമ്മ ഉപകാരമായി, സൈക്കിള് വാടകയ്ക്ക് എടുത്തു. അവിടെ രാമേശ്വരത്ത് ഇപ്പോഴും സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. സൈക്കിൾ എടുത്ത് ഇങ്ങനെ പതുക്കെ അറിയാവുന്ന തമിഴിലൊക്കെ സംസാരിച്ചു. അവിടെയും ഒരു ഗുണമുണ്ട്, എൻ്റെ അമ്മാവൻ കല്യാണം കഴിച്ചെങ്കിൽ തമിഴ് ലേഡിയാണ്. അപ്പം നമ്മൾ కొంచెం തമിഴൊക്കെ അപ്പോഴേ തെരിയും. അപ്പോൾ വന്ന് ഇങ്ങനെ കുറച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് മറ്റുള്ള നടന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ, ഒരു ഓപ്പൺ സ്ഥലത്തെത്തിയപ്പോൾ കുറേ പേരെന്നെ വന്ന് വളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പേടി തോന്നിയ ആ സമയത്തൊന്നും നമുക്കൊരു പേടിയൊന്നുമില്ല, നമുക്കറിയില്ല. കുറേ ആണുങ്ങൾ വന്ന് പറഞ്ഞു, നിങ്ങൾ കുറേ കടകളിൽ കയറി LTT ക്യാമ്പ്സ് എവിടെയാണ്, LTT മിൽട്ടൺസ് ഇവിടെയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്നുള്ളൊരു പത്രപ്രവർത്തകയാണ്, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനും നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ മിൽട്ടൺസ് ആയി എന്നുള്ളതും കാര്യങ്ങളും വിശദമായി നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ നേതാവായ വെയിലുപ്പിള്ള പ്രഭാകരൻ്റെ അടുത്ത് നിന്ന് കേൾക്കാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നുമല്ല. നിങ്ങൾ ഇൻ്റലിജൻസിൽ നിന്നാണോ, ഇതിൽ നിന്നാണോ എന്നൊക്കെ ഞാൻ എൻ്റെ ടാഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് വിശ്വാസമായി. നമ്മളൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ. അപ്പോൾ അവർ കൊണ്ടുപോയി, വാങ്ങോ, ഞങ്ങൾ കൂടെ വാങ്ങോ എന്നും പറഞ്ഞ് ഞാൻ സൈക്കിള് ഉരുട്ടി. അപ്പോൾ അവർ തങ്കച്ചി ഉരുട്ടണ്ട, ഒരാൾ ഉരുട്ടാന്നും പറഞ്ഞ് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പം നമ്മൾ ആ സമയത്ത് മീഡിയ കണ്ട പോലെ ഒന്നുമല്ല, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം. വയർലെസ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ കുറേ ഫോട്ടോകൾ നമ്മളുടെ തമിഴ് ഇല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഈഴം അല്ലേ, അങ്ങനെ അതിൻ്റെ അടുത്തുണ്ട്. ടിപ്പുഴ ഫോട്ടോസ് ഉണ്ട്. എന്താണ് AK-47 റൈഫിളൊക്കെ പിടിച്ചിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുത്തിയിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ചോറ് തന്നെ. അവരെന്തോ ആയിട്ട് ഉണ്ടാക്കുമല്ലോ, അതൊക്കെ കഴിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ കേൾക്കുന്നത് അവർക്ക് രാജകീയമായ ജീവിതമാണ് എന്നൊക്കെയാണ് കേൾക്കുന്നത്. നിലത്ത് കുറേ പായുണ്ട്, മുഷിഞ്ഞ വസ്ത്രങ്ങളുണ്ട്, അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കുറേ പേര്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു, എന്തുകൊണ്ട് ഇങ്ങനെയാക്കി, ഇങ്ങനെ ഒരു LTT എന്നുള്ളൊരു സംഘടന ഉണ്ടാക്കി. സുൽജിക്ക് അറിയാം, LTTക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുത്തതാരാ? ഇന്ത്യൻ ആർമിയാണ് പരിശീലനം കൊടുത്തത്. കാരണം തമിഴ് വംശജരാണ് അവിടെയുള്ളത്. തമിഴ് വംശജർ, ഇപ്പം നമ്മുടെ വേടൻ എന്ന് പറഞ്ഞ് നടക്കുന്ന പയ്യനും സിൻഹാളീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അമ്മയോ മറ്റോ ജാഫ്നക്കാരിയാണ്. അപ്പോൾ എന്താണ് അതും എനിക്കൊരു സൗകര്യം ഉണ്ടാക്കിയത്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. കറക്റ്റായിട്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ എനിക്ക് അറിയണം എന്താണ് സംഭവിച്ചത്. അതിനെന്താ, ഇന്ന് രാത്രി ഞങ്ങൾ പോകുന്നുണ്ട്, ജാഫ്നയ്ക്ക് പോകുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ വന്നോളൂ. അവർ പോകുന്നത് ഈ ബോട്ട്, നമ്മൾ മത്സ്യബന്ധനം ബോട്ടെന്ന് പറയും, സ്പീഡ് ബോട്ട് അല്ല കേട്ടോ, പോകുന്ന പോലത്തെ വണ്ടിയിലാണ് പോകുന്നത്. നല്ല ഇതാണ്, 3 മണിക്കൂറിലൊക്കെ എത്തും. അപ്പോൾ അവർ പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഇവരുടെ ചുറ്റും പോലീസിൻ്റെ അവരുടെ നാവികസേനയുടെ പെട്രോളിംഗ് ഉണ്ടാവും, ആക്കിയാൽ നിങ്ങൾ ജേർണലിസ്റ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നേരെ സ്വർഗത്തിലേക്ക് പോകാം, ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. എനിക്കെന്ത് നഷ്ടപ്പെടാനിരിക്കുന്നു? കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളില്ല, പിന്നെ അമ്മൂമ്മയ്ക്ക് അഭിമാനമാണ് അവിടെ പോയി. പക്ഷെ നമ്മുടെ ബോഡി കിട്ടുമെന്നൊന്നും അറിയില്ല, അത് തിമംഗലം തിന്നോന്നൊന്നും അറിയില്ല. എന്തായാലും അന്നത്തെ ആ രക്തത്തിളപ്പിൽ ഓക്കെ ബ്രോ നടിച്ചു. എന്നിട്ട് രാത്രിയായപ്പോൾ അവർ ഇതിൽ കൂടെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ജേർണലിസ്റ്റിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം സാരില്ല. അപ്പോൾ അവർ സംസാരിച്ചു, അവിടുത്തെ വേറെ വെയിലുപ്പിള്ള പ്രഭാകരനല്ല, വേറെയുള്ള ആൾക്കാർ സംസാരിച്ചു പോയി.
പോയി കുറച്ച് നേരം കഴിഞ്ഞ് ഭയങ്കര കടൽ ചുരുക്ക്, കടൽക്ഷോഭം. അപ്പോൾ ഇവർക്ക് കടൽ ചുരുക്ക് വന്നിട്ട് ഛർദ്ദിക്കുകയാണ്. ഇവർ കിടന്ന് ഛർദ്ദിക്കലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ. പുറപ്പെട്ടു ഒരു ഏകദേശം ഞങ്ങൾ 1.5 മണിക്കൂറോളം ചെയ്തപ്പോഴാണ് ശ്രീലങ്കയുടെ സമുദ്രാതിർത്തി കയറിയിട്ടുണ്ടാകണം. അപ്പോഴേക്കും ഭയങ്കര അവർക്ക് പോകാൻ പറ്റില്ല, അത്രമാത്രം കടൽക്ഷോഭം, ഛർദ്ദിക്കലും ബഹളമൊക്കെ. എനിക്ക് പക്ഷെ ആ കടൽ ചുരുക്കില്ല കേട്ടോ. ഞാൻ ഷിപ്പിലൊക്കെ കുറെ തുറന്ന വെള്ളമായിട്ട് പോലും ആ ഇങ്ങനെ റോളിംഗ് ആണ്, സീ റോളിംഗ് ആണ്. അപ്പം അതുകൊണ്ട് ഇതുണ്ട്. തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അവരതിൽ കൂടെ ആക്കിയിട്ട് തിരിച്ചു പോന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടവും വിഷമമൊക്കെ. കാരണം എൻ്റെ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തൊട്ടടുത്തെത്തി, വേലുപ്പിള്ള തൊട്ടടുത്ത് ഏതാനും മിനിറ്റുകൾ കാണാം. അപ്പോൾ അവർ പറഞ്ഞു കരയണ്ട തങ്കച്ചി, നമുക്ക് വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് വയർലെസ് സെറ്റ് എടുത്തിട്ട് അദ്ദേഹത്തിനെ ആ രാത്രി തന്നെ അവർ വിളിച്ചു എന്നുള്ളതാണ് കേട്ടോ. കാരണം അത്രമാത്രം ഒരു മനുഷ്യത്വപരമായ ഒരു പെരുമാറ്റം, ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയാം. ആ സമയത്ത് ഞാൻ 22-23 വയസ്സേ ഉണ്ടാവുള്ളൂ. എനിക്കിപ്പോൾ കാണാൻ പറ്റില്ല എന്നുള്ളത് എൻ്റെ മുഖത്ത് നിന്ന് ആ നിരാശ മനസ്സിലായിട്ട് പറഞ്ഞു, തങ്കച്ചി എங்கே ഇருக்கு എന്നാച്ച് എന്നൊക്കെ അദ്ദേഹം ഒരു നല്ല വാക്ക്. ഇങ്ങനെ കടൽക്ഷോഭം ഉള്ളത് കൊണ്ട് നമുക്ക് തിരിച്ചു വരേണ്ടി, ഒട്ടും മുന്നോട്ട് പോകുന്നില്ല, റോൾ ചെയ്യുന്നുണ്ട്. கவலைப்படாதே, நமக்கு காணாது, கண்டிப்பாக பார்த்துறேன். உங்களை வந்து இந்த மாத்திரம் தைரியத்தோட என் கூட வந்திருக்கு, அது தங்கச்சி மாதிரி பார்த்து உங்களை கொண்டு தான் അവക്കിട്ട് ഞാൻ ചൊല്ലിയിരുന്നത്. എന്നാ പ്രോബ്ലം ഉള്ളത് എന്താച്ചാ. അപ്പം ഞാനൊരു സഹോദരൻ്റെ സ്നേഹമാണ് അനുഭവിച്ചത്. എനിക്ക് കടൽച്ചൊരുക്കുണ്ടായ സൗദിയിലും എനിക്കുണ്ടായില്ല, കൂടെ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പം ഞാൻ എന്ത് പറയൊക്കെ എനിക്കറിയാം. 2-3 പേര് ശബ്ദിക്കും. പക്ഷെ അവർ ജന്മഭൂമിക്ക് വേണ്ടി, ജന്മനാടിന് വേണ്ടി അവർ ഇതാക്കുന്നു. അവർക്ക് വരുമ്പോൾ പലപ്പോഴും സീ സിക്നസ് ഉള്ള ആൾക്കാരുണ്ട്. എന്നാലും ഞങ്ങളൊരു ആദർശത്തിൻ്റെ മുകളിൽ വരികയാണ്. ഞങ്ങൾ എന്തായാലും ഞങ്ങൾ തുടങ്ങി വെച്ച പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം കുറേ രാത്രി. അപ്പം അതാ പറഞ്ഞ് പകലാവാൻ വേണ്ടി പോലും അവർ കാത്തു നിന്നില്ല. രാത്രി പോകാൻ പറ്റുള്ളൂ, വെടിവെക്കും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു കടൽക്ഷോഭം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവരുടെ കടലിൽപ്പെടാതെ അത്രയെങ്കിലും പോയത്. അല്ല, ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യുവാണ്, രാത്രി, ഭയങ്കര രാത്രി, ഇളകുന്ന കടൽ, ഒരു മീൻപിടുത്ത ബോട്ട്, അതിനുള്ളിൽ മെഷീൻ ഗൺ AK-47 ഒക്കെ ആയിട്ട് നിൽക്കുന്ന 5-6 പുരുഷന്മാർ, അതിന്റെ നടുക്ക് 22 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി. എനിക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ എന്തൊരു കാഴ്ചയാണത് അല്ലേ. ആരും അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, പ്രഭാകരൻ ജി ആ സമയത്തൊന്നും ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും, ഞാനൊരു പെൺകുട്ടിയൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനും ഒരു ജുബയും ഇതൊക്കെ ഇട്ട് കണ്ടാല് പോലീസിന് ഷൂട്ട് ചെയ്യാൻ പാകത്തിലാണ് എൻ്റെ ഡ്രസ്സ്. പുലിയാണ്, ആ നല്ല കറുത്ത് റോഡിൽ കൂടെയൊക്കെ നടക്കണ കാരണം ടാനൊക്കെ അടിച്ച് നല്ല ആ ഒരു തമിഴ് ലുക്ക് തന്നെ. അപ്പം എന്താണ്, അതൊന്നും എൻ്റെ ചിന്തയിൽ പോലും പോയിട്ടില്ല. ഞാൻ ജേർണലിസ്റ്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ രാത്രി അദ്ദേഹം ഫോൺ എടുത്തു എന്നുള്ളതാണ്, വയർലെസ് എടുത്തു എന്നുള്ളതാണ്. സംസാരിച്ചു, സുഖമാണല്ലോ, അവരെല്ലാം നന്നായിട്ട് നോക്കിയില്ലേ എന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാമായിരുന്നു. അദ്ദേഹം ഒരു വലിയ നേതാവാണ്, അവർക്ക് വെയിറ്റ് ചെയ്യുന്നു. രാവിലെ കണക്ട് ചെയ്ത് രാവിലെ കണക്ട് ചെയ്തില്ല, ഇപ്പൊ തൂങ്ങുങ്കോ എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാണ്ട് തിരിച്ചെത്തി ആ നിമിഷത്തില്. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യത്വപരമായ പെരുമാറ്റം എന്താണെന്ന് മനസ്സിലാക്കിയത് അവിടെ നിന്നാണ്. ആ നിമിഷത്തിൽ എൻ്റെ ആ ഒരു കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടാവസ്ഥ മനസ്സിലാക്കിയിട്ട്, എൻ്റെ മുഖത്തൊന്നും പ്രകടമല്ല, പക്ഷേ ആ പോയിന്റിൽ അദ്ദേഹത്തെ ഞാനുമായി സംസാരിപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഇനിയൊരു ചാൻസ് കിട്ടും, വേണമെങ്കിൽ ഇവിടെ ഇരുന്നോളൂ, ഇവിടെ വെയിറ്റ് ചെയ്തോളൂ എന്ന്. പക്ഷെ അവർ പറഞ്ഞു 2 ദിവസത്തേക്ക് കടൽക്ഷോഭം ഉണ്ടാവുമെന്ന് പറഞ്ഞു. മാത്രമല്ല അത്രയും സേഫ്, നമുക്കതൊരു സെൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ട്രെയിനിൽ കയറി തിരിച്ചു വരാനായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം എന്നെ വാച്ച് ചെയ്തുകൊണ്ട് ഈ തമിഴ് പുലികളുണ്ടെന്ന്. ഞാൻ എൻ്റെ പുസ്തകം തുറന്നു വെച്ച് ഒന്നും അറിയാത്ത പോലത്തെ ഞാൻ എപ്പോഴും വായിക്കും, കണ്ണുകൾ നോക്കുന്നുണ്ടെന്നറിയാം. ഞാൻ ഇറങ്ങി, എനിക്ക് ബസ്സിൽ കയറി നാട്ടിലേക്ക് വരുന്നവരെ അവരെന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു, അവരുടെ കണ്ണുകൾ അത്രമാത്രം അവർ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഓരോരുത്തരെയും പിന്തുടരുന്നുണ്ട്. ആൾക്കാർ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്.
തിരിച്ചു വന്നു. മാതൃഭൂമി പറഞ്ഞു എഴുതിക്കോന്ന് പറഞ്ഞു. പുലിമടയിൽ ഒരു കൂടിക്കാഴ്ച. പുലിമടയിലാണല്ലോ നമ്മൾ പ്രഭാകരൻ ജിയെ കണ്ടില്ലെങ്കിലും. അപ്പോൾ 2 ദിവസത്തേക്ക് അത് ഫ്രണ്ട് പേജിലാണ് റൺ ചെയ്തത്. എൻ്റെ ബ്രദറിലോ ചേച്ചിയുടെ ഹസ്ബൻഡ് ലോക്കൽ ട്രെയിനിൽ വരുമ്പോൾ രാവിലെ നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നല്ലോ, ഇപ്പോൾ എല്ലാവരും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പത്രം വായിക്കും. അപ്പോൾ ഒരാളെ വായിച്ചില്ല, പിന്നെ ഒരു പത്മജ എസ് മേനോൻ. ഇതിപ്പോൾ ആണുങ്ങൾ പോയിട്ട് പെണ്ണുങ്ങളുടെ പേര് ചെയ്തേക്കാണ്. അല്ലാണ്ട് അവർ പുലിയിൽ അവിടെ പോയി, അങ്ങനെ രാത്രി അങ്ങനെ പോയി ഇങ്ങനെ പോയി LTTക്കാരെ കണ്ടുപിടിച്ചു, എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പേരെന്താ പറഞ്ഞേ? അപ്പം പത്മജ എസ് മേനോൻ എന്നാണ് ഇതിൽ എഴുതിയിരിക്കണം. ആരാണെന്ന് ആർക്കറിയാം. ചേട്ടൻ പറഞ്ഞ അത് എൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്. നിങ്ങൾ അവരിങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണോ? അവർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അപ്പോൾ പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ കുട്ടിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസമുണ്ട്. ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്വന്തം അച്ഛനും അമ്മുമ്മയും ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു ബ്രദറിൻ്റെ ആയ എനിക്കെന്താ അവിടെ സ്ഥാനം? എവിടെ പോയാലും കൃത്യമായിട്ട് തിരിച്ചെത്തും. പറ്റുന്ന സ്ഥലത്ത് അന്നൊക്കെ STD ബൂത്താണ്, അവിടെ നിന്ന് വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഇത് ഉറപ്പാണോ പെൺകുട്ടിയാണെന്ന്? അപ്പോൾ ഉറപ്പാണ് പെൺകുട്ടിയാണ്. എൻ്റെ പത്മജ എസ് മേനോൻ എന്നല്ലേ പറഞ്ഞത്. അവൾ അവിടെ പോയിരുന്നു, ഞങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് ആ സമയത്ത് കേരളത്തിലൊരു സംസാര വിഷയമായിരുന്നു. ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയാം. 23 വയസ്സിനുമ്പോൾ പുലി രാമേശ്വരത്ത് പോയി ഇവരെ കണ്ടു എന്ന് പറയുന്നത് പ്രഭാകരന്റെ ശബ്ദം കാതിലുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ട് എന്താണ് ട്രെയിനിൽ നിന്ന് ഒരു സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു തമിഴ് ലുക്ക്, ഡാർക്ക് ഫേസൊക്കെ ആയിട്ട് കുറച്ച് പേര് വന്ന് നിങ്ങൾ ശ്രീലങ്കനാ? അപ്പം ഞാൻ പറഞ്ഞു ശ്രീലങ്കനല്ല, LTTയാ? ഞാൻ അല്ല, പാസ്പോർട്ട് കാട്ട്. അപ്പോൾ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഓക്കെ ഉങ്ങളെ പാത്താ അന്ത മാതിരി തായിരിക്കും. ഞാൻ നിങ്ങൾക്ക് എന്ത് കാര്യം ഇതൊക്കെ ചോദിക്കേണ്ടത്? ഇന്ത്യൻസാണ്. എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ എന്താണ് അവിടുത്തെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറേ സ്ഥലങ്ങളിലേക്ക് ഇവർ മാറി താമസിച്ചല്ലോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ വന്നവരാണോ അല്ലെങ്കിൽ ചിലപ്പോൾ LTTക്കാർ തന്നെ അവരുടെ ആൾക്കാരോണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്വീകരിക്കാൻ നിൽക്കുന്നതാണ്, എന്താണെന്ന് അറിയില്ല. പക്ഷെ ആ സമയത്ത് എനിക്കൊരു പേടി തോന്നി. കാരണം ഞാനൊരു ഫോറിൻ കൺട്രിയിലാണ്, അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. പേടി എന്ന് പറഞ്ഞാൽ ഇതെന്താണ് നടക്കുന്നതെന്ന് ഒരു ടെൻഷൻ. ഒരു ട്രെയിൻ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ എന്നെ തടഞ്ഞു നിർത്തി എന്താണ് ഇത് തമിഴ് ശ്രീലങ്കനാണോ, നിങ്ങൾ LTT ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ നാച്ചുറലി നമ്മളൊരു വിദേശ രാജ്യത്താണ്, അവിടുത്തെ ഭാഷ പോലും എനിക്കറിയില്ല. ആ ഒരു സംഭവം കുറച്ചൊരു ആങ്ഷ്യസ് ആക്കിയെന്ന് പറയാം. പേടിയല്ല, ആങ്ഷ്യസ് ആക്കി. പക്ഷേ എൻ്റെ പാസ്പോർട്ടൊക്കെ നോക്കിയിട്ട് പോലീസുകാരൊന്നുമല്ല, അവരെന്നെ വിട്ടയച്ചു. അതാണ് അതിൻ്റെ ഒരു കഥ പറഞ്ഞു വരികയാണെങ്കിൽ. പിന്നെ അതിനുശേഷം ഞാൻ ജേർണലിസ്റ്റ് ആയിരിക്കുമ്പോൾ നമ്മളുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ ചെന്നു. അത് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ കഥ ഇവിടെ നിർത്താം. കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ അവതരിപ്പിച്ചത് രാഷ്ട്രീയക്കാരിയായ ഒരു പത്മജ എസ് മേനോൻ്റെ അല്ല. ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം നമ്മുടെ കേരള നിയമസഭയിൽ എത്താൻ സാധ്യതയുള്ള ഒരാളാണ് ശ്രീമതി പത്മജ എസ് മേനോൻ. പക്ഷേ അവരുടെ മാധ്യമ പ്രവർത്തന അനുഭവങ്ങൾ നമ്മളിനി തുടരെ പറയാൻ പോവുകയാണ്. മാതൃഭൂമി പോലെയുള്ളൊരു പത്രത്തിൽ അക്കാലത്ത് ഒരു 10-35 വർഷങ്ങൾക്കപ്പുറം വനിതകളൊന്നും ഉണ്ടായിട്ടില്ലാത്ത കാലത്ത് ഇത്തരം സാഹസികമായ പത്രപ്രവർത്തനം നടത്തിയ പത്മജ എസ് മേനോൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. ആ കഥകൾ കേൾക്കാൻ നിങ്ങൾ ഇന്ത്യ ലൈവിൻ്റെ കൂടെ സഞ്ചരിക്കണം. ഇന്ന് ഈ കഥ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. പറഞ്ഞു തുടങ്ങി ഇന്ത്യൻ സമാധാന സേന ശ്രീലങ്കയിലേക്ക് പോയതിൻ്റെ കഥ. ആ കഥ അടുത്ത എപ്പിസോഡിലാണ്.